അപ്പം ഹായ് പറ ഹായ്. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം അമ്മയുടെ അച്ഛൻ്റെ കല്യാണ വീഡിയോ കണ്ടിട്ട് ഓരോ ഫോട്ടോ കാണുമ്പോഴും അവർക്ക് പറയാനുള്ള അവരുടെ മധുരമായ കഥ നമുക്കിന്ന് കേൾക്കാം. കല്യാണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് ഓർമ്മ വരുന്നത്? ഓർമ്മയോ? ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പന്തലിലൊക്കെ കേറി നിക്കുവല്ലേ, ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിക്കുന്ന, ഒത്തിരി സ്വർണ്ണമൊക്കെ ഇട്ട് ഇല്ല. അന്നേരം ഒന്നും അതിന് മുമ്പൊന്നും മാലയും മളയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനൊക്കെ ഇടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതിന്റെ പിന്നിൽ എന്താ അല്ല അതിനിപ്പുറം എന്തോ വീട്ടിൽ പോവാന്നൊന്നും അറിയത്തില്ല. പിന്നെ എന്താ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലോട്ട് പോയി പൂവൊക്കെ വെച്ച് ഒക്കെ നിക്കാം, പന്തലിൽ നിക്കാം എന്നൊക്കെ ഉള്ള ഒരു സന്തോഷം. അമ്മയുടെ അച്ഛൻ്റെ ആദ്യത്തെ പെണ്ണുകാണല്ലായിരുന്നു? അതെ, ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്, അച്ഛൻ ആള് മാറി പെണ്ണിനെ കിട്ടിയാന്ന്. സത്യമാണോ? എന്റെ കുഞ്ഞമ്മയ്ക്ക് ആലോചിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കലുള്ള ശിവരാമൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞു, ഇതുപോലെ ഇന്നടത്ത് ഒരു പെണ്ണ് നിപ്പുണ്ട്, നമുക്ക് രാധാകൃഷ്ണനെ ആലോചിക്കാവുന്നു. അപ്പൊ ഇവിടെ ഉള്ളവര് സമ്മതിച്ച്. അങ്ങനെ ശിവരാമൻ വന്ന് പറഞ്ഞു, ഇതുപോലെ ഉളുന്തിയിൽ ഒരു ചെറുക്കനുണ്ട്. അത് പറയട്ടെ. അപ്പൊ അവരും പറഞ്ഞു കൊണ്ടുവരാൻ. അന്നേരം അമ്മ പറഞ്ഞു, അല്ല അവരോട് പോയപ്പോ അമ്മ പറഞ്ഞു പെണ്ണിനെ കെട്ടിച്ചു വിട്ടെന്ന്. എന്നാ പിന്നെ ചേച്ചി അപ്പൊ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു പെണ്ണിനെ കാണാൻ വന്ന് ആ പെണ്ണിനെ കെട്ടിച്ചു വിടുവാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ കണ്ടിട്ട് റൂട്ട് മാറ്റി വേറൊരു പെണ്ണിനെ കണ്ടില്ലയോ? അങ്ങനെ പെണ്ണുണ്ട്, അവർക്ക് അയ്യടാ കൊള്ളാവല്ലോ. അത്രേ ഉള്ളു. ചേച്ചിയെ കെട്ടാൻ ചെന്ന് ചേച്ചിയെ കെട്ടാൻ അമ്മയുടെ ആരായത് അമ്മയുടെ കുഞ്ഞമ്മയെ കെട്ടാൻ വന്ന് കുഞ്ഞമ്മയെ കിട്ടാത്തോണ്ട് അനന്തരത്തെ കെട്ടിയില്ലയോ? അന്ന് കൊള്ളാവല്ലേ നിങ്ങള്. സിനിമയ്ക്കകത്തുള്ള കിടിലമാണല്ലോ, ട്വിസ്റ്റ് ആണല്ലോ. പെട്ടുപോയോ എന്നെ കെട്ടി? ആര് പറഞ്ഞു പെട്ടു? നന്ദു പറയുവാ. പിന്നെ അങ്ങനൊന്നും ഒന്നുമില്ലല്ലോ. ഞാൻ വന്ന് നല്ല ഉയർച്ച ഉണ്ടായിരുന്നു. ഇതാണ് അച്ഛൻ. അച്ഛൻ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ നിന്നപ്പോ എന്തുവായിരുന്നു മനസ്സില്? ബാത്റൂമിൽ പോണോ, ബാത്റൂമിൽ പോകാനൊക്കെ തോന്നിയോ? വയറിളകില്ലയോ അച്ഛന്? വയറിളക്കം വരച്ചിട്ട് 2 ദിവസം വയറിളക്കം വരുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ സത്യം പറയണേ. ഈ പഴയ കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്, അപ്പൊ ഉണ്ടെങ്കിൽ ഈ കല്യാണം ആകുമ്പോഴത്തേന് അവരെങ്ങനെ ഒഴിവാക്കിയേ? അങ്ങനെ കാമുകിമാരൊന്നും ഇല്ല. എന്താ മോനെ? ഇല്ലില്ല, അങ്ങനെ പ്രേമിക്കാൻ. അച്ഛന്റെ ഫസ്റ്റ് പ്രേമമായിരുന്നു ശൈല. കണ്ട് ഇഷ്ടപ്പെട്ടു എടുക്കുന്നില്ലേ? ഓക്കെ, വന്നു കണ്ടു കീഴടക്കി. അപ്പൊ ഇതാണ് ഗായ്സ് ആദ്യത്തെ. ഒരു മിനിറ്റ് ഫസ്റ്റ് കല്യാണ ഡേറ്റ് പറ. കല്യാണ ഡേറ്റ് 1993 ഓഗസ്റ്റ് 18. ഇത് കണ്ടോ ഗായ്സ്, രണ്ടുപേരെ കണ്ടോ? വിവാഹം മുഹൂർത്തം കൊണ്ട് വന്നിരിക്കുന്നു. ശിവനാൻ സൺസ് ആണ് കാര്യങ്ങൾ അവരെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണത്തിന് കൊളാബ് കിട്ടുമെന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ പഴയ വീട്, നമ്മുടെ വീട്, പഴയ വീട്. അമ്മയുടെ കല്യാണം നടന്ന പത്തിരമ്പലം. പത്തിരമ്പലമൊക്കെ ഇപ്പൊ അടിപൊളിയായി, സൂപ്പറായി, വലിയ പത്തിരമ്പലമായി. ഇപ്പം ഈ ഫോട്ടോ കണ്ടോ ഗായ്സ്? അച്ഛന്റെ കഴുത്ത് എത്ര പവന്റെ മാല അച്ഛൻ കിടക്കുന്നത്. നമ്മള് കാശുകാരായിരുന്നു ശരിക്കും. സത്യം പറ, അന്ന് പൈസ മേടിച്ച കല്യാണം. സത്യം പറ, നമുക്ക് കുറെ സ്വത്തും കാശും ഒക്കെ ഇല്ലേ? നമ്മളെല്ലാരും പറ്റിച്ചിട്ട് ഒന്നുമില്ല. ഒരു ദിവസം രാവിലെ ഉണ്ടെങ്കിൽ എന്നോട് പറയുമോ നമുക്ക് ഒത്തിരി സ്വത്തൊക്കെ ഉണ്ട്, ഉണ്ണിക്കൂട്ടാ പോയി ഒരു ബെൻസ് എടുത്തോണ്ട് വരാനാ. അങ്ങനെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയൊക്കെ വന്നിങ്ങനെ മോനെ എണ്ണിക്കടാ, ഉണ്ണിക്കിട്ടിക്ക് നമ്മുടെ അമ്മയുടെ പേര് 5 കോടി, അച്ഛന്റെ പേര് 4 കോടി ഉണ്ട്. ആർത്തി കൊള്ളത്തില്ല. പിന്നെ സ്വപ്നം കണ്ടാൽ എന്താ? സ്വപ്നം കാണാൻ ആർക്കാ പറ്റാത്ത? ആകെ ഇതൊക്കെ സ്വപ്നം കണ്ടാലും ആകെ നടക്കുന്ന ഉണ്ണിമോനെ രാവിലെ ഉണ്ട് 5000 രൂപ KSF കൊടുക്കണം, ചിട്ടി അടക്കണം എന്നാ പറയുന്നത്. ചിട്ടി അടച്ചില്ല. ചിട്ടി അടച്ചില്ല, മിണ്ടരുത്. അച്ഛാ ഇത് എന്നാലും എന്തോ വലിയ മാല അച്ഛ. ഇത് എന്തോ ഇത് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട മാലയത്. ഇതെന്ത് താലിമാലയായിരുന്നു അമ്മയ്ക്കുള്ള? താലിമാല മേടിച്ചോണ്ട് വന്നു. താലിമാല എത്ര പവനാ? ഒരു 6 പവൻ നോക്കി. 6 ഇത് സത്യം പറയണം. അച്ഛൻ പറയുന്ന 6, അമ്മ പറയുന്ന 8. 8 പവനായിരുന്നു ഗായ്സ് അന്നത്തെ. 93-ലെ 8 പവൻ. 93-ലെ 8 പവൻ ഉണ്ടായിരുന്നു. പെരിങ്ങലിപ്പുറം അമ്പലം കേട്ടോ ഗായ്സ്, പഴയ പെരിങ്ങലിപ്പുറം അമ്പലം. ഇപ്പൊ ഞങ്ങളുടെ അമ്പലങ്ങളെല്ലാം മാറി അടിപൊളിയായി.
പെട്ടിയൊക്കെ കണ്ടോ ഗൈസ്? ഈ പെട്ടിയെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് പറയുക? പെട്ടി എനിക്ക് കാണണ്ട. ഈ പെട്ടിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രാവൽ ചെയ്ത ഒരു പെട്ടിയാണ്. ഒരു 10-12 വർഷം. ലാസ്റ്റ് 2007 എന്റെ ഈ പെട്ടി പിന്നെ സ്വർണ്ണമായിട്ട് എയർപോർട്ടിൽ പോയി. അതായത് അച്ഛൻ സ്വർണ്ണ കടത്തിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ സ്വർണ്ണ അച്ഛൻ ഗൾഫിൽ നിന്ന് എത്തണമേ 8 പവൻ വള കൊണ്ടുവന്നു. 8 പവന്റെ വള, 6-7 പവന്റെ കമ്പി വള കൊണ്ടുവന്നു. 2 ഫോൺ, ക്യാമറ ഇത് കൊണ്ടുവന്നു. എയർപോർട്ടിൽ വെച്ചത് പോയി. ഞങ്ങൾ അതിന്റെ പുറകെ കുറെ നടന്നിട്ടുണ്ട്. ഇന്ന് വരെ അത് കിട്ടിയിട്ടില്ല. ഇനി ഇപ്പഴെങ്ങാണ് അതിന്റെ ഇടയ്ക്ക് അവർ എയർപോർട്ടിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ പെട്ടി വന്നെന്നും പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് വേറൊരു പെട്ടി, ഒരാടെ പെട്ടി. അതെ ശരിയാട്ടോ. അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആ സമയത്ത് വീഡിയോ ഗെയിം, സൂപ്പർ മാരിയോ ഒക്കെ ഉള്ള സമയം വീഡിയോ ഗെയിം വേണമെന്ന് പറഞ്ഞേ. അപ്പം അത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛനോട് എയർപോർട്ടിൽ ചോദിച്ചില്ലേ വീഡിയോ ഗെയിമിന്റെ പെട്ടിയാണോ പോയത്? ഞാൻ ചോദിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ പെട്ടി കാണുമ്പോഴും എനിക്കിപ്പോഴും സങ്കടമാണ്. വേറൊരു പെട്ടി കണ്ടു പറഞ്ഞു, ഇത് നിങ്ങളുടെ പെട്ടിയെ കൊണ്ടുപോയിക്കോളാം. ഞങ്ങളെ സത്യസന്ധനായ ഡാഡി ഒരുപാട് ഉള്ളൊരുങ്ങി. പക്ഷെ പോയത് പോയി. 8 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഗൈസ്, 8 പവൻ ഗൈസ്. ചെറുക്കനെ സ്വീകരിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഈ. ചെറുക്കനെ സ്വീകരിക്കുന്ന വീഡിയോ ആണ്. അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛന്റെ മനസ്സിലുള്ള ഒരു സ്വീകരണമായിരുന്നു അച്ഛനെ കിട്ടിയത്. എന്തായി തീരും എന്നുള്ള ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. എന്താ പറയാന്ന് എനിക്ക് അന്നേരം മനസ്സിലാകുന്നില്ല. ലുക്കൊക്കെ ഉണ്ടോ ഗൈസ്? ഉണ്ണിമോന്റെ കൂട്ട് തന്നെ. അങ്ങനെ ഇത് ഇത്രയും പേരെ ഉള്ളായിരുന്നു കല്യാണത്തിന്. ഇതാണ് നമ്മുടെ പോലീസുകാരൻ മാമൻ. ചെറുക്കനെയൊക്കെ സ്വീകരിക്കുമ്പോ എന്തോ തോന്നിയേ? വളരെ സന്തോഷം. വിന്റേജ് ഫോട്ടോ. അമ്മ ഇതാണ് അമ്മ ഒരുക്കി പുഷ്പ ചേച്ചി. കുഞ്ഞുമോളൊക്കെ അമ്മ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു പറഞ്ഞേ. ഞങ്ങൾ അന്നൊന്നും ആദ്യമായിട്ടൊക്കെയാ ഒരുക്കുന്നതൊക്കെ. അന്നൊന്നും ഒരുക്കത്തും ഒന്നുമില്ല മോനെ ആരും. ഈ ഫസ്റ്റ് നൈറ്റിന്റെ ഫോട്ടോ ആരെടുത്ത്? ഫസ്റ്റ് നൈറ്റ് ഒന്നും അല്ലത്. പെണ്ണും ചെറുക്കനും കൂടെ വന്ന് കേറിയപ്പം പാലും പഴവും തരത്തില്ലയോ? ഓഹോ, അന്നൊരു സ്തുതി ഉണ്ടല്ലോ അമ്മ. കർക്കിടക മാസം ഉണ്ടായിരുന്നു. അത് മഴക്കോളായോ? സൂപ്പർ. ഓ ഗായ്സ്, അമ്മ സുന്ദരി. അമ്മയ്ക്ക് ജോലിനൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ജോലി ഇപ്പൊ താണ്ട് മത്തങ്ങ പോലായി. ജോലൈനൊന്നും ഇല്ല. അതെല്ലാം പോയി വണ്ണം വെച്ച്. അച്ഛൻ ഇപ്പോഴും ജോലൈനുണ്ട് ഗൈസ്. അങ്ങനെ കിലോ ആണോ? അമ്മ സാരി ഉടുക്കുന്നൊക്കെ വീഡിയോ. ഇങ്ങനെ അങ്ങ് വെക്കും, ഇവിടുന്ന് അങ്ങ് വെക്കും മോനെ. എന്തുവാ ഇതൊക്കെ? മുല്ലപ്പൂ ഒക്കെ കണ്ടോ? എനിക്കൊന്നും സ്വർണ്ണം ഇല്ലാത്തോണ്ട് കാണിക്കാൻ. സ്വർണ്ണം ഇഷ്ടം പോലെ 33 വളയുണ്ട്. 33 വളയോ? അതിലേക്ക് നമുക്ക് കിടക്കാം. താലി കിട്ടിയപ്പോ എന്തായിരുന്നു മനസ്സിൽ? താലി കിട്ടുന്ന എങ്ങനെയൊന്ന് മുറിയാ മതി. കൈ വറക്കുവാ മോനെ. താലിമാല അമ്മയ്ക്ക് അച്ഛന് അണിഞ്ഞു കൊടുക്കുന്നു. പുറയിന്ന് ഇത് നമ്മുടെ അപ്പിയാണ്. അവള് തൂക്കം നോക്കുമായിരുന്നു തോന്നുന്നു. അതിന്റെ കെട്ടാൻ വേണ്ടി പോകുന്ന കല്യാണം താലി കെട്ടുന്ന ഇങ്ങനെയാന്ന് ആരും പറഞ്ഞു തന്നില്ല. അതൊക്കെ ഉണ്ട്. വിളക്ക് കൊടുക്കുന്നത്. ആ വിളക്ക് ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. ആ വിളക്ക് ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. മോതിരം ഇടുന്നു ചെറുക്കന്. മോതിരൊക്കെ എന്തേ? കണ്ടോ പടയം വെച്ച് അച്ഛനാ കൈ പിടിച്ചു കൊടുക്കുന്ന. ഇങ്ങനെ കൈ പിടിച്ചു കൊടുത്തപ്പോ എന്തുവായിരുന്നു മനസ്സിലെ ഫീലിംഗ്? ഒന്നും തോന്നിയില്ല. കെട്ടിയത് അറിയത്തില്ല. ഒന്നും തോന്നിയായിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ കാലം ഒന്നും അല്ല. നോക്ക്, കണ്ടോ സ്വർണ്ണം കിടക്കുന്ന കണ്ടോ? വേറെ ഫോട്ടോ. അമ്മയ്ക്ക് ഇത്രയും മാല ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? എന്ത് കാശിമാലയോ പാലക്കാമാല? എന്ത് ഇതൊക്കെ എന്ത് പാലക്കാമാലയൊക്കെ വിറ്റ് ഞങ്ങൾ ബസ് മേടിച്ചു. ബസ് മേടിച്ചോ? അയ്യോ പാലക്കാമാല. ഇതെന്ത് ഇത്രയും കളിപ്പ്? അമ്മ കണ്ട് ഇഷ്ടപ്പെട്ടില്ലയോ? അമ്മ പെണ്ണ് കാണാൻ വന്ന് പെണ്ണ് എന്നെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നടാ. അത് പറയണം, മറന്നുപോയി. എന്നെ കാണാൻ ഷാറുഖ് ഖാൻ. പിന്നെ അമ്മ കുരി. ഷാറുഖ് ഖാൻ ഓരോ പിന്നെ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് വാട്ടർ കണ്ണനൊന്നും മുഖത്തില്ല. അമ്മയുടെ മുഖം എന്താ? അമ്മയുടെ മുഖം കണ്ടോ ഗൈസ്? പഴയ ആരെ അമ്മയെ കണ്ട് പഴയ നടിയുണ്ടല്ലോ. പിന്നെ നീ അങ്ങനെ നടി ഇല്ല, വെറുതെ പഴയ ഒരു നടിയുണ്ടല്ലോ. ഒരു നടിയെ പോലും ഇല്ല. ജോലിനെ കണ്ടോ ഗൈസ്? ജോലിൻ ഇപ്പൊ ഒരു ലൈനും ഇല്ലല്ലോ. ഗൈസ് എത്ര മാലയാന്ന് നോക്കിയോ? 1 2 3. ഓ ഇതൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ഓടി മേടിക്കായിരുന്നു. വള ഇത്രയും വളയുണ്ടല്ലോ. വളയൊക്കെ എന്ത്? വളയെല്ലാം കൊടുത്തു. ഇതിലോട്ടൊക്കെ കേറി ഇരുന്നിട്ട് അവര് പറഞ്ഞു വല്ലോ മിണ്ടാനെന്ന്.
എന്നിട്ട് അനങ്ങുന്നില്ല, ഇങ്ങനെ നിക്കുന്നു, രണ്ടുപേരും മിണ്ടുന്നില്ല. അവര് പറയുന്നത് എന്തോ ഒരു ആൾക്കാരാ. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടുപേരും ആലുവ മണപ്പുറത്ത് കൊണ്ട് പരിചയം പോലും ഇല്ല. വാരി കൊടുക്കാൻ വയ്യായിരുന്നു അമ്മ ഒരു വെറൈറ്റിക്ക്. അന്നൊന്നും വാരി കൊടുക്കാനൊന്നും അതും അറിയത്തില്ല, വാരി കൊടുക്കാനും അറിയത്തില്ല. നിങ്ങളുടെ ഇപ്പം ഉള്ള ഒരു ജനറേഷൻ അല്ല അന്ന്. ചുമ്മാതെ കോസ്റ്റ്യൂം മാറി, അച്ഛൻ സാരി മാറി, അല്ലെ അച്ഛൻ ഷർട്ട് മാറിയല്ലേ. അനിയനാ അപ്പിയൊക്കെ നിക്കുന്ന കണ്ടോ മോനെ, ഭയന്നാ നിക്കുന്ന. ഇത്രേ ഉള്ളു, ഇച്ചിരിയേ ഉള്ളു. ഞാൻ പറഞ്ഞില്ലേ അമ്മ പാലും പഴം എടുക്കും മോനെ, അച്ഛനും അമ്മയും കൂടെ പഴയ ഗുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഇതാണ് സംഭവം. അതായത് ഈ പാല് അച്ഛന് കൊടുത്തില്ല, പാല് മൊത്തം അമ്മ കുടിച്ചെന്നാണ് ഇവരുള്ളവരെല്ലാം പറയുന്നത്. സത്യമാണ് കണ്ടോ, അമ്മയുടെ ചുണ്ടി മൊത്തം പാല് കുടിച്ചിരിക്കുക. ചുണ്ടി അച്ഛന് പാല് തന്നില്ല, സത്യമാണോ? അതൊക്കെ വൃത്തികേട് ഇനി ആൾക്കാർ പറയും. അതൊന്നും കൂടല്ലേ. ആര് പറഞ്ഞ സത്യം? എത്ര വളയായിരുന്നമ്മേ. ലീലാമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുന്ന അമ്മയുടെ അമ്മയ്ക്കും ഒക്കെ. അതുകൊണ്ടാണ് എത്ര വളയായിരുന്നു നമ്മുടെ കയ്യില്. വലിയ പറഞ്ഞത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 35 പവൻ ഉണ്ടായിരുന്നു. 35 അന്നത്തെ 30. ഈ ലുക്ക് ഉണ്ടോ ഗൈസ്? പഴയ ഞാൻ. അയ്യോ അമ്മ പോകുമ്പോ കരഞ്ഞോണ്ടാ ഡ്രൈവിംഗ് സീറ്റ് കാർ ഓടിക്കുന്നേ. മോനെ അന്നേ ഫ്രണ്ടിലാ ഇരുത്തുന്ന പെണ്ണിന്റെ ചെറുക്കനെ ഡ്രൈവറും അംബാസിഡറാ. അന്ന് എത്ര കാർ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? എത്രയായിരുന്നു? 35. 10 കൂട്ടുക. 6 പവൻ അച്ഛൻ പറയുമ്പോ അമ്മ 8 പവനാകും. 23. ഹരിയാണനായിരുന്നു എല്ലാം. എത്ര? 290 രൂപ. അയ്യോ, ഒരു കാര്യം, ഒരു ടൈം ട്രാവൽ പിടിച്ചിട്ട് ഒരു പവൻ എത്ര ആയിരുന്നു ചോദിച്ചു. 600 700 അങ്ങോട്ട് 800 രൂപയാണ്. 1,20,000 30,000 രൂപ അങ്ങോട്ടാവും. അന്ന് ആ വസ്തു മേടിച്ച പൈസക്ക് അത്രയും പവൻ സ്വർണം മേടിച്ചു. അതാ ഇന്ന് അവരും പറയുന്നത്. ഈ വസ്തുവിന്റെ പൈസ ഉണ്ടായിരുന്ന സ്വർണം മേടിച്ചു വെച്ചിരുന്നെങ്കിൽ ഇഷ്ടം പോലെ. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യണമെന്ന് തോന്നും മോനെ, അത്രേ ഉള്ളൂ. ഇത് പറ വേണ്ട, മുന്തിരിങ്ങ കൊടുക്കുന്നു, ചാടി അങ്ങ് പിടിച്ച്. മുന്തിരിങ്ങ വായിക്കത്തോട് കയറ്റി അങ്ങോട്ട് വെച്ച്. മുന്തിരിങ്ങ കല്യാണം കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോ എന്ത് തോന്നി? അത് ഞാൻ പറയാം മോനെ. ഇവിടെ വന്നപ്പോ എന്താ തോന്നി? എക്സ്പീരിയൻസ് എന്താ? അയ്യോ ഒന്നും പറയണ്ട മക്കളെ, വൻ പോരായിരുന്നു ഗൈസ്. അതൊക്കെ കഠിനാധ്വാനം. കാരണം ശൈല എന്ത് അപ്പച്ചിയും ചീറ്റപ്പനും ഒന്നും വന്നിട്ട് വലിച്ചനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വലിച്ചൻ എല്ലാവരെയും ഓടിക്കുമായിരുന്നു. ചീറ്റപ്പനെയും അപ്പിയെ എല്ലാം ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടോ? ഒരാളെ മാത്രമല്ല. ജിമുക്കായും കമ്മലുവാ. ഇത് അപ്പുറം ഇപ്പുറം മാറിയിടായിരുന്നു ജിമുക്ക. ഈ കമ്മല് സൺഡേ മണ്ടേയോ ഇതെന്ത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യം പറയാൻ പറഞ്ഞത്. അന്നേരം ഇരിക്കും എന്നെ നോക്കിക്കൊണ്ട്. പറ്റിപ്പോയെന്നാണോ അതോ വെട്ടുപോയെന്നാണോ? ഒരു മോനെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയൊന്നും ഞങ്ങൾക്കുള്ള ആ ജനറേഷൻ അല്ലടേ ഇറക്കാ. പെണ്ണും ചെറുക്കനും പോലും ഒന്നും മിണ്ടത്തില്ല. മിണ്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങളോട് ഇല്ല. മോനെ പെണ്ണ് കാണാൻ വന്നിട്ടേ നമ്മള് ചായ ഇതിന്റെ നടുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഈ ഫോട്ടോ നടക്കുമോ? ഇത് ശരിയാകുമോ? ഇത് നീ എന്നെ അമ്മ ഇയാളെ അച്ഛൻ ഇവൾ എന്നെ പൂക്കും. അല്ല അവിടെ കൂടെ കയറത്തുള്ളൂ. ഇതും തെക്കുന്ന് വടക്കോട്ടാ. അപ്പൊ പെണ്ണിനെ അടുക്കളയിൽ കൂടെ കയറ്റിക്കൊണ്ട് വരുന്നത്. അതിലേ കയറ്റത്തുള്ളൂ, ഇതിലേ കയറ്റരുത്. ദോഷമോ ഇത്? ഭയങ്കര ദോഷമോ? തെക്ക് വടക്ക് പെണ്ണിനും ചെറുക്കനും കയറ്റത്തില്ല. ഇല്ല, നല്ലതാ. കിഴക്ക് പടിഞ്ഞാറാ. വന്ന് ഇങ്ങോട്ട് വന്ന് ഇതായിരുന്നല്ലോ നിങ്ങൾ ആദ്യ രാത്രി? എന്താ ഇതായിരുന്നല്ലോ ആദ്യ രാത്രി. ഈ മുറി ആയിരുന്നല്ലോ ആദ്യ രാത്രി. ആദ്യ രാത്രി അമ്മ പാലും കൊണ്ട് വന്നപ്പോ എന്ത് തോന്നി? പാലൊന്നും കൊണ്ട് തന്നിട്ടില്ല. ചുമ്മാ പോയി കിടന്നോളാൻ പറഞ്ഞു. 2 തുള്ളി. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാ സംസാരിച്ചത് പോലും. മിണ്ടത്തില്ലായിരുന്നു. കള്ളം പറയണ്ട, ഉള്ളത് സംസാരിക്കത്തില്ലായിരുന്നു. പോലെ അതിനകത്ത് ഇട്ടില്ലേലും വേണ്ടല്ലോ, മിണ്ടത്തില്ലായിരുന്നു. ഞാനൊരു കോണി കിടന്നുറങ്ങും, രാധാച്ചനും ഒരു കോണി കിടന്നുറങ്ങുമായിരുന്നു. എന്റെ മോനാണ് സത്യമാണ്, കള്ളം പറയുമല്ലോ. എന്തിനീ കള്ളം പറയും? അല്ല പണ്ടത്തേക്ക് ഒരു കാലം. അച്ഛനൊക്കെയുള്ള കുറച്ച് ചോദ്യം. അമ്മ ഇപ്പോഴാണോ നല്ലത് അതോ അന്നായിരുന്നോ നല്ലത്? ഇപ്പോഴും. അച്ഛൻ അമ്മയോട് അച്ഛൻ ഇപ്പോഴാണല്ലേ അന്നാണോ നല്ലത്?
അന്നും നല്ലതായിരുന്നു ഇപ്പോഴും. ഓ വാട്ട് എ ഫാന്റാസ്റ്റിക് ഫ്ലെക്സിബിൾ മറുപടി that you can get in your eyes. ഞാൻ പറഞ്ഞില്ലയോ മോനെ, വല്യച്ഛനാണെങ്കിൽ ഇവിടുന്ന് അങ്ങാണ്ട് സൈക്കിൾ എടുത്തോണ്ട് കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ സൈക്കിളേ വന്നേല്ലേ അമ്മയെ കാണാൻ? പെണ്ണ് കാണാൻ വന്നത് സൈക്കിളല്ല, അച്ഛൻ സൈക്കിളേ കേട്ടോ അമ്മയെ കാണാൻ വന്നേ. അതിന്റെ അച്ഛൻ പെണ്ണ് കാണാൻ അതിന് വെച്ചാൽ അനന്തരത്തെ കിട്ടിയില്ലെങ്കിൽ പെങ്ങളെ കേട്ടാ, അതിന് പെങ്ങളെയും കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് കയറി കുഞ്ഞമ്മയും കണ്ടിട്ട് ഒന്നുകൂടെ പോകും. എന്തേലും സൈക്കിളേ വന്നേ, പോകുന്ന വഴി എല്ലാം കണ്ടിട്ട് അന്നൊക്കെ സമയത്തെ. അന്നത്തെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ 1.5 സൈക്കിളാണ്. BS ഇത് കേൾക്കും മോനെ, അന്നാണെങ്കിൽ വലിയ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന പെണ്ണിന്റെ വീട്ടിൽ വന്ന ചെറുക്കനെ വീട്ടിൽ ആഹാരം കഴിക്കത്തില്ല. അങ്ങനെ ദോഷമാന്ന് പറയും. ഇവിടെ വലിയച്ഛൻ എന്തോ കൊടുത്ത് എന്നെ കാണാൻ വന്നിട്ട് അവിടുന്ന് ചോറൊക്കെ ഉണ്ടട്ടാ വന്നത്. അയ്യോ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അന്ന് ഞങ്ങളുടെ വല്യച്ഛന് ഈ മറ്റേ സംഭവം, അതായത് ഒഴുക്കിനെതിരെ നീന്തുന്ന വല്യച്ഛനെ എല്ലാരും എതിർത്തിട്ടും എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വല്യച്ഛൻ ഇപ്പോഴും കഞ്ഞിയും കുടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്നത്. അതെ, വല്യച്ഛനെ ഇന്നും ഇപ്പോഴും പൊന്നു പോലെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞാ ബൈക്ക് മേടിച്ചത്. വിരലൊക്കെ ഒടിഞ്ഞു പോയി. നിനക്കറിയത്തില്ലേ? ഇവനുള്ളപ്പോഴില്ലേ സംഭവം? അതെന്തുവോ അവിടെ ആ ടേണിങ്ങിന് വഴക്കിടുവായിരുന്നു അമ്മയായിട്ട്. പിന്നെ മികാറൊക്കെ അല്ല അന്നല്ല അടുത്തത് അച്ഛൻ ഗൾഫിൽ ഉള്ളപ്പം അമ്മ ഏറ്റവും കൂടുതൽ അച്ഛനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള കാര്യം അമ്മയ്ക്ക് വേണ്ടി എന്താണ്? അത് സ്വർണ്ണം കളഞ്ഞു വാല കൊണ്ടുപോകും. പിന്നെ 2 വള കൊണ്ടുവരണം. അത് ഇപ്പോഴും പറയാം, 2 വള കൊണ്ടുവരണം. സ്പ്രേ ആന്നും പറയുന്നത് ഇപ്പോഴും പറയുന്ന സ്പ്രേയാ. അത് ആദ്യം ഒരു മന ചുമ്മാ കള്ളത്തരവാ. അത് കറക്റ്റാ. 2 വള ഞാൻ പോലും അറിയാതെ എനിക്ക് 2 വള ആദ്യമായിട്ട് കൊണ്ട് തന്നത്. പിന്നെന്തുവാ ചോദിക്കാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഇതായിരുന്നു സ്പ്രേ. ഞാൻ ഇപ്പോഴായാലും അപ്പോഴായാലും പറയാം എനിക്ക് സ്പ്രേ സ്പ്രേ കൊണ്ടുവരുമ്പോ ഇടയ്ക്ക് ഭംഗിക്ക് 2 വള എടുത്ത് വെച്ചേക്കാം. ഓ അങ്ങനൊന്നും പറയത്തില്ല, മന ചോദിച്ചു നോക്കും. അല്ല പിന്നെ ഇങ്ങോട്ട് ചോദ്യം, ഒരു ടൈം ട്രാവൽ കിട്ടുക, ഒരു ടൈം ട്രാവൽ മെഷീൻ കിട്ടും. അതായത് ഇവിടുന്ന് നേരെ പാസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം. അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് ചെറുക്കനെ വേണ്ട, അല്ലെങ്കിൽ അച്ഛന് പറയും പെണ്ണിനെ എനിക്ക് വേണ്ട, വേറെ കെട്ടണമെന്ന്. അങ്ങനെ ഒരു അവസരം കിട്ടി അച്ഛൻ എന്ത് ചെയ്യും? ഇപ്പൊ അച്ഛൻ നിൽക്കുന്ന പാസ്റ്റില. അച്ഛൻ ഇപ്പൊ വേണമെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കാം, എന്താ ചെയ്യും? എനിക്ക് അങ്ങനെ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ശൈല തന്നെ മതി, എനിക്ക് രാധായും മതി. വഴക്കിട്ടാലും എവിടെ പൊട്ടലും ചുറ്റിലും എത്രയോ വഴക്ക് നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലല്ല ലോകത്ത് എവിടെ സ്നേഹത്തോടെ ആരും കഴിയത്തില്ല. 1 മിനിറ്റ് എങ്കിലും ഒരു വഴക്ക്. എന്താ കാണാനാ പോകുന്നത്? അമ്മയ്ക്ക് സജഷൻ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. കട്ടി മീശയുള്ള ചെറുക്കനെ വേണമെന്ന്. ഒത്തിരി മീശയുള്ള ചെറുക്കൻ. കട്ടി മീശക്കാരനെ കിട്ടിയില്ലേ? കഴിഞ്ഞ വർഷം കളിച്ച. അതെ, അച്ഛൻ എന്തായിരുന്നു പെണ്ണിന് മുടി വേണം, തടി അങ്ങനെയുള്ള യാതൊരു അഭിപ്രായം എനിക്കില്ലായിരുന്നു. സുന്ദരത്വം വേണം, മുടി വേണം, ഇഷ്ടം പോലെ അമ്മയ്ക്ക് എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ ചിന്തിക്കില്ല. മുടി ഇഷ്ടം പോലെ ഇല്ലായിരുന്നോ? അച്ഛൻ അമ്മയ്ക്ക് എന്ത് വരും പിന്നെ ഇല്ലാത്ത? അച്ഛൻ വെളുത്തതായിരുന്നു. എനിക്കോ 29 വയസ്സ്. അത് കള്ളമാണ്. 30 വയസ്സ്. അമ്മയ്ക്കോ 18 വയസ്സ്. അച്ഛൻ കള്ളപ്രമാണം. അത് നമ്മൾ പറയത്തില്ലേ കള്ളപ്രമാണം വെച്ച് വീട് വിറ്റെന്ന്, അതുപോലെ കള്ളബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അമ്മയെ കെട്ടിയിരിക്കുകയാണ് ഗൈസ്. 11 വയസ്സുള്ള ഒരു പിഞ്ചു ബാലിക കെട്ടാൻ. 74-ലും അച്ഛൻ 63-ലും. എന്നാലും 10 വയസ്സുള്ള ഒരു പിഞ്ചു ബാലിക അച്ഛൻ കെട്ടി. 26 വയസ്സ്. അച്ഛനെ കണ്ട പിന്നെ പ്രായം തോന്നില്ല മോനെ. പക്ഷെ ഇപ്പോഴും പറയുന്നത് എന്തുവാ, എന്റെ ഇളയത് അച്ഛൻ എന്നാ പറയുന്നത്. എന്നാലും ഗൈസ് നമ്മൾ കേട്ടിട്ടുണ്ട് കള്ളപ്രമാണം വെച്ച് വീട് വിറ്റുന്നത്. കള്ളപ്രതിഷ്ഠയെ കുറിച്ച് കെട്ടിയ ഒരാളെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. 30-ാം വയസ്സുള്ള ആള് ഒരു 18-ാം വയസ്സുള്ള പിഞ്ചു ബാലിക കെട്ടിയല്ലേ? 64 വയസ്സായി. 64. അമ്മയ്ക്ക് 52 51 അത്രയും കണ്ട്. 11 വയസ്സ്. അപ്പം ഗായ്സ് ഞങ്ങളുടെ ഈ ഒരു വെറൈറ്റി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞങ്ങൾ കരുതുന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞുള്ള മോന. 5 വർഷം കഴിഞ്ഞുള്ള ഞാൻ. അപ്പൊ 5 വർഷം നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. മരുന്ന് ഇഷ്ടം പോലെ. ആണോ? എവിടെ ചികിത്സ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? 2 വർഷം കഴിഞ്ഞു.
അപ്പം ഓക്കെ. എന്നെ ഇവർ നോക്കിയിട്ടൊന്നുമില്ല കാര്യം ശ്രീക്കുണ്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ശ്രീക്കുണ്ടായിരുന്നു ഇഷ്ടം. എന്നെ ആരും മൈൻഡും ചെയ്തിട്ടില്ല. കൊറേ പറയും. എന്നെ ഒന്നുമല്ല എന്നെ ലീലാമ്മ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതെന്തോ ശ്രീകുട്ടൻ ഉണ്ടായത് കൊണ്ട് അവളോട്ട് കൊണ്ടുവിട്ടു. അമ്മയ്ക്ക് ജീവനായിരുന്നു. കൊണ്ടുവിട്ടപ്പോ വലിയ കാര്യം ഞാൻ രണ്ടാമത് എടുത്തോണ്ട് ഇവിടെ വന്നു എന്തിന് എനിക്ക് അവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞോണ്ട്. പിന്നെന്തുവാ, രണ്ടുപേരുള്ളപ്പോ നമ്മൾ അടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. എന്നിട്ട് ലീലാമ്മ അങ്ങ് തെക്കപ്പുറത്തോട്ട് കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കരയാൻ തുടങ്ങി. ഞാൻ സൈക്കിളിലായിരുന്നു അറിയത്തില്ല, ഓർമ്മയില്ല. പിന്നെ തിരിച്ചു കൊണ്ടുവന്നു ചേച്ചിയോട് പിന്നെയും കൊണ്ടുവിട്ട് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു. നമ്മളൊരു വെറൈറ്റി വീഡിയോ ഇനി വേറെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റി, വളരെ സന്തോഷം. അതെ എങ്ങനെയുണ്ട് ഈ ഫോട്ടോ കണ്ടപ്പം? അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു മോനെ. അന്നൊക്കെ ഈ ഒരുക്കോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാ മോനെ. ഇങ്ങനെ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോവാ, നമ്മൾ ഇനി മുതൽ ഇവിടെ എന്നൊന്നും അമ്മയ്ക്കുള്ള അതിനുള്ള അറിവില്ല. പിന്നെ വേറെ സംഭവം, ഇന്നലെ ചെരുപ്പ് മേടിക്കാൻ ഇവിടെ പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് കോലാപ്പൂരി ചെരുപ്പ് ഇടുന്ന അമ്മയായിരുന്നു. ഞാൻ അന്ന് 93 കോലാപ്പൂരി ചെരുപ്പ്. അപ്പം താങ്ക് യു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അടുത്ത അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആൻസർ വരുമ്പോൾ നമ്മളൊരു ഭയങ്കര വെറൈറ്റി വീഡിയോ ആയിട്ട് വരും. അവസരം എന്ത് അതെ, ഞങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ കാസറ്റ്. എവിടെയോ നഷ്ടപ്പെട്ടു. കത്തിച്ചല്ലേ ഇവിടെ എന്തോ പൂത്തു പോയോ ഏതാണ്ട് ചെയ്തു. അതൊന്നായിരുന്നു കവറിനകത്ത് അവർക്ക് ഇതൊക്കെ വെച്ച് വേണം അവരയില്ലയോ മോനെ. അപ്പം താങ്ക് യു ഗൈസ്. വളരെ 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 സന്തോഷം. ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ ഉണ്ണിമോനും നന്ദപ്പനും 1000 നന്ദി. അപ്പൊ നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ടാറ്റ.